ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കണ്ണൂര് പറഞ്ഞു കേൾക്കുന്നത് പോലെ എട്ടുമുക്കാൽ അട്ടിവെച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത്. അയാൾക്ക് ഒരു ആരോഗ്യമില്ല, അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ? ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരു അവജ്ഞയും? ഇത് ബോഡി ഷെയ്മിംഗ് ആണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം, അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഇത് CPM പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി. അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇന്ദ്രൻസിനെ പോലെ ആയി എന്നൊരു പരാമർശം. ഇന്ദ്രൻസ് എന്താ മോശക്കാരനാണോ? ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻസ്. അദ്ദേഹം നല്ല നടനാണ്, മികച്ച നടനാണ്. അപ്പൊ പുച്ഛമാണ് ഇവർക്ക്. അന്ന് വാസവൻ അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു. ഞാനന്ന് ബോധ്യപ്പെടുത്തി. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ ഉയരക്കുറവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. സുപ്രീം കോടതി വിധി വരെയുണ്ട്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാചകമാണ്. ബോഡി ഷെയ്മിംഗ് ആണ് നടത്തിയത്. അതിനു മുമ്പ് നടത്തിയ പാർലമെന്ററി കാര്യമന്ത്രി നമ്മുടെ ഉമാ തോമസിന്റെ രോഗത്തെക്കുറിച്ചും അവർക്ക് ആരോഗ്യമില്ലാത്തതിനെ കുറിച്ചും അവരെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ അവരെ കവചമാക്കിയിട്ടാണ് സമരം ചെയ്തത്. ആ പ്രസ്താവനയും പിൻവലിക്കണം. അവര് ആരോഗ്യവതിയായിട്ടാണ് നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത്. രോഗമെല്ലാം മാറി. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രത്യേകിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. അവരുടെ അനാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞും ഒക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഒരാളുടെ അനാരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും നിയമസഭ പോലുള്ള ഒരു വേദിയിൽ പറയാൻ പാടില്ല. പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതും പിൻവലിക്കണം. രണ്ടും തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. അവരെ തള്ളിമാറ്റിയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഓച്ചാൻവാട്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ പുതിയ കാലത്തെക്കുറിച്ചൊന്നും അറിയില്ലേ? ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവര് വലിയ പുരോഗമനകാരികളാണെന്നൊക്കെ പറയുകയും ചെയ്യുക. വായ് തുറന്ന ഇതുപോലത്തെ വർത്താനം വരുള്ളൂ. എട്ടുമുക്കാലടി വെച്ചതുപോലെ എന്ന് മാത്രമല്ല, ഉയരക്കുറവുള്ള ഒരാൾ കൂടി പറഞ്ഞു. ഉയരക്കുറവുള്ള ഒരാൾ, ശരീരശേഷിയില്ലാത്ത ആൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അളവുകോലി ഇവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്? എത്ര പൊക്കം വേണം ഒരാൾക്ക്? എത്ര പൊക്കം വേണം? മുഖ്യമന്ത്രിയുടെ കയ്യിൽ അളവുണ്ടോ? ഒരു ഉയരക്കുറവിനെ ഒന്നും കളിയാക്കാൻ പാടില്ല, ആരോഗ്യമില്ലാത്തതിനെ കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്, ഏത് നിമിഷം വേണമെങ്കിലും. അപ്പൊ അതിനെയൊന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ബോഡി ഷെയ്മിംഗ് ആണ്. ഇവര് പുരോഗമനവാദികളാണെന്ന് വെറുതെ പറയുന്നതാണ്. ഇവര് വല്ല 19ാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ട ആളുകളാണ്. ഒരു കാര്യം കൂടി, ഒളിച്ചോടുകയാണ് പ്രതിപക്ഷം, ഞാൻ മറുപടി പറയാൻ തയ്യാറായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം വാ തുറന്നില്ലല്ലോ. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ്. കോടീശ്വരന്. കടകംപള്ളിയോട് ചോദിച്ചാൽ അറിയാം ആരാ കോടീശ്വരൻ, ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത്. എന്നിട്ട് ഗുരുതരമായൊരു കേസ്, അതായത് സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസവിദ്യ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ട് വാ തുറന്നില്ലല്ലോ. ഞങ്ങളിത് 3ാമത്തെ ദിവസമല്ലേ അസംബ്ലിയിൽ സമരം നടത്തുന്നത്. 19 ഞങ്ങൾ നോട്ടീസ് കൊടുത്തതല്ലേ, ആ നോട്ടീസ് റിജക്ട് ചെയ്തല്ലോ. അപ്പൊ എവിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ നാവ്? ഒരു പത്രസമ്മേളനം നടത്തി സർക്കാർ പറയാനുള്ളത് പറയണ്ടേ, കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയണ്ടേ? എവിടെയായിരുന്നു നാവ്? എന്നിട്ടിപ്പോ ഞങ്ങൾ പറഞ്ഞില്ല എന്നാണ്. ഞങ്ങൾക്കൊരു ചർച്ചയും വേണ്ട ഈ വിഷയത്തിൽ, ഇനി ഒരു ചർച്ച വേണ്ട. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരും. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം മാത്രമല്ല, കട്ടളപ്പടിയും വാതിലൊക്കെ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എല്ലാം അടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് രണ്ടാമത് ഈ ഗവൺമെന്റ് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയിരിക്കുക 25-ൽ വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാ. ഈ പ്രാവശ്യം അയ്യപ്പ വിഗ്രഹം കൂടി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. അതുകൂടി കൊണ്ടുപോയാണ്. അല്ല, CBI അന്വേഷണം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാ? സ്റ്റേറ്റ് പോലീസിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സൂപ്പർവിഷനിൽ CBI പൂർണ്ണമായി വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സൂപ്പർവിഷൻ. ആ സാഹചര്യത്തിൽ ഹൈക്കോടതി ഒരു SIT പ്രഖ്യാപിച്ചു. ഗവൺമെന്റിനോടല്ല SIT രൂപീകരിക്കാൻ പറഞ്ഞത്. അവിടുത്തെ ചെറിയ ഉദ്യോഗസ്ഥരെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥർ വരെ ഹൈക്കോടതി തീരുമാനിച്ചു. ഈ ഗവൺമെന്റിലുള്ള അവിശ്വാസമാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങളുടെ ആവശ്യം CBI അന്വേഷണമായിരുന്നു. പക്ഷെ ഹൈക്കോടതി അത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ അതുമായി സഹകരിക്കുമെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ. CBI ചോദിക്കാൻ പാടില്ലേ?
CBI ഞങ്ങൾ പറയാൻ കാര്യം, ഒന്ന് കേരള പോലീസിന് വിശ്വാസമില്ല, പിന്നെ ചെന്നൈയിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് വിറ്റിരിക്കുന്നത്. ഇത് കേരളത്തിലുള്ള ഒരു കോടീശ്വരൻ ഇത് മേടിക്കില്ല, മേടിക്കാൻ സാധ്യതയില്ലല്ലോ. കേരളത്തിന് പുറത്തേക്ക് അത് പറയാം. അത് കരാമ്പള്ളിയോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയാം. അല്ല, ഞാനിത് ആദ്യമേ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഞാനെന്താ 3 ദിവസം മുമ്പ് കോടതി വിധി വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞെന്താ, 40 ദിവസം ഇത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് ചെന്നൈയിൽ എത്തിച്ചതെന്ന് കോടതി പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം മാറ്റിവെച്ചതെന്നാണ് എന്റെ അറിവെന്ന് പറഞ്ഞ 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ കോടതി പറഞ്ഞു അത് കോടതിയുടെ ഊഹം മാത്രമായിരുന്നു, ഇപ്പൊ അത് ശരിവെച്ചു. ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡിൽ ഉണ്ടാക്കിയ സാധനമാണ്. യഥാർത്ഥ സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. അതിൽ നിന്ന് യഥാർത്ഥ ദ്വാരപാലക വിഗ്രഹം വലിയൊരു പർച്ചേസർക്ക് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടിന്, ഹ്യൂജ് എമൗണ്ടിന് വിറ്റെന്നാണ്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി 10-25 പവൻ സ്വർണം കൊണ്ടുപോയി വിചാരിച്ചോ. അയാള് വല്ല ജുവലറിയിലോ സ്വർണ്ണപ്പണിക്കാരുടെ അടുത്തോ ഇത് കൊണ്ടുപോയി വിൽക്കും. അപ്പൊ ചിലപ്പോ അതിന് പകുതി വിലയ്ക്കാ 3/4 വിലയ്ക്ക് കിട്ടും. ഇത് അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ വാല്യൂ അല്ല ഇതിനകത്തുള്ളത്. ഇതെന്താ, അയ്യപ്പന്റെ മുമ്പിലിരുന്ന ദ്വാരപാലക വിഗ്രഹമാണ്. അതിന് ഇൻവാല്യൂബിൾ ആണ്, കോടിക്കണക്കിനാണ് അതിന്റെ വില. അത് മേടിക്കാൻ ആളുകളുണ്ടാവും, കാരണം അവരെ കബളിപ്പിച്ചിട്ടാണ്. കട്ട സാധനമാണെന്ന് അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കോടീശ്വരനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അത് പറയട്ടെ, അത് പറയാ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ചെമ്പിന്റെ മോൾഡാണെന്ന് പറഞ്ഞില്ലേ? അല്ല ഇത് എന്റെ ആരോപണമല്ലല്ലോ, ഇത് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഊഹമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഹൈക്കോടതി വിധിയിൽ ഇത് വായിച്ചു നോക്ക്. ഹൈക്കോടതി വിധിയിൽ കൃത്യമായിട്ട് പറയുന്നു, വലിയൊരു പർച്ചേസർക്ക്, അതാണ് കോടതി പറയുന്നത്, സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ, അതായത് വലിയ വിലയ്ക്ക് ഒരു പർച്ചേസർക്ക് ഇത് വിറ്റിരിക്കുന്നു എന്നാണ് കോടതിയാണ് പറഞ്ഞത്, PD സതീശനല്ല. ഈ ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കറങ്ങി ഇത് കേസ് അവസാനിപ്പിക്കാനാണ് നീക്കമെന്ന് ഈ ഘട്ടത്തിലും തോന്നുന്നില്ല. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. അതായത് കോടതി പറഞ്ഞിട്ടുണ്ട് 22-ൽ ഇവർക്ക് അറിയാമായിരുന്നു, ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇത് അറിയാം, അല്ലെ? ഇങ്ങനെ ഒരു കളവ് നടന്നു, ഈ സാധനം പോയി എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ അപ്പൊ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് തുടങ്ങണ്ടേ, അയാൾക്കെതിരെ FIR എടുക്കണ്ടേ? എടുത്തില്ല എന്ന് മാത്രമല്ല, മൂടി വെച്ചു, ആരും അറിയില്ല എന്ന് വിചാരിച്ചു. 2-3 കൊല്ലം കഴിഞ്ഞപ്പോ വാസവനും പ്രശാന്തും കൂടി ആരെ ക്ഷണിച്ചത്? ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചേക്കുക. ദ്വാരപാലക വിഗ്രഹം വിറ്റ ആളെ വീണ്ടും ക്ഷണിച്ചേക്കുക. അത് ഞാൻ കരുതുന്നത് ഇനി അവിടെ അയ്യപ്പ വിഗ്രഹം മാത്രമേ ഉള്ളൂ. അത് മാറ്റി അത് പൂശാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അത് വിറ്റിട്ട് വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി, വാതിൽ കൊണ്ടുപോയി, കട്ട്ള കൊണ്ടുപോയി. ഇനി അവിടെ ഉള്ളത് അയ്യപ്പ വിഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോകാനായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും ഇവർ കൊടുത്തിട്ടുണ്ട്. അയാൾ കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും. കടകംപള്ളി കുടുങ്ങും, അന്നത്തെ ബോർഡ് പ്രസിഡന്റ് കുടുങ്ങും, മനസ്സിലായില്ലേ? ഇപ്പൊ വന്നിരിക്കുന്ന ആളുകൾ കുടുങ്ങും. അതുകൊണ്ട് അയാളെ ഇവര് സേഫ് ആക്കിയിട്ടുണ്ട്. അതാണ് ഈ ചെമ്പ് മാത്രമുള്ളതെന്ന് പറഞ്ഞുള്ള രേഖ അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇവര് പഠിച്ച കള്ളന്മാരാണ്. കാരണം ഇത്രയും നല്ല രാസവിദ്യ കണ്ടുപിടിച്ച ആളല്ലേ. അല്ല, കോടതിയുടെ സൂപ്പർവിഷനിലായതുകൊണ്ട് അന്വേഷണം നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അന്വേഷണം വഴിമാറിപ്പോയാൽ നമുക്ക് അപ്പൊ പറയാം. പ്രതിപക്ഷത്തിന്റെ സമരം നിയമസഭയ്ക്കകത്താണ്, പക്ഷേ ദേവസ്വം ബോർഡ് യോഗം 2 ദിവസമായിട്ട് നടക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ ദേവസ്വം ബോർഡ് യോഗം നടക്കുകയാണ്. അല്ല, അതൊക്കെ അകത്തും പുറത്തും ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ടയിൽ വലിയ സമരമുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ 4 ജാഥകളുണ്ട്. UDFന്റെ വലിയ പദയാത്രയുണ്ട്. നാളെയും സമരങ്ങളുണ്ട്. ഇന്നലെ സമരം നടന്ന അവരെല്ലാം ജയിലിലാണ്. അവരെല്ലാം റിമാൻഡ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.